നമസ്കാരം. ആധുനിക യുദ്ധമുഖത്തെ ഏറ്റവും വിനാശകാരിയും വേഗതയേറിയതുമായ ആയുധങ്ങളിലൊന്നാണ് ഭാരതവും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ മിസൈൽ സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മുൻപന്തിയിലാണ് നിൽക്കുന്നത്. സമീപകാലത്തായി ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബ്രഹ്മോസ് മിസൈലുകൾ മറ്റ് സൗഹൃദ രാജ്യങ്ങൾക്ക് വിൽക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഫിലിപ്പൈൻസ് ആണ് ബ്രഹ്മോസ് വാങ്ങിയ ആദ്യ വിദേശ രാജ്യം. എന്നാൽ ഇത്തരം കയറ്റുമതികൾ വഴി ഈ അത്യാധുനിക മിസൈൽ ചൈന പോലുള്ള ഒരു ശത്രുരാജ്യത്തിൻ്റെ കൈകളിൽ എത്തിപ്പെടുകയും അവർ അത് സൂക്ഷ്മമായി പരിശോധിച്ച് അതേപടി പകർപ്പുകൾ നിർമ്മിക്കുകയും അഥവാ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി പകർപ്പുകൾ നിർമ്മിക്കുകയും ചെയ്യുമോ എന്ന ആശങ്ക പ്രതിരോധ വിദഗ്ധർക്കിടയിൽ ഉയർന്നിരുന്നു. എന്നാൽ ഈ ആശങ്കകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ബ്രഹ്മോസ് എയ്റോസ്പേസിൻ്റെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സുധീർ മിശ്ര. ബ്രഹ്മോസിൻ്റെ സങ്കീർണമായ സാങ്കേതികവിദ്യ അത്ര എളുപ്പത്തിൽ അനുകരിക്കാൻ സാധിക്കുന്നതല്ല എന്നും മിസൈലിൻ്റെ ഭൗതിക ഘടന കൈക്കലാക്കിയാൽ പോലും അതിൻ്റെ ആത്മാവ് പകർത്തിയെടുക്കാൻ കഴിയില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒരു മിസൈലിൻ്റെ ബാഹ്യരൂപമോ അതിൻ്റെ നിർമ്മാണ രൂപരേഖയോ അഥവാ ബ്ലൂ പ്രിൻ്റോ ലഭിച്ചതുകൊണ്ട് മാത്രം അതിന് സമാനമായ മറ്റൊരു മിസൈൽ നിർമ്മിക്കാൻ സാധിക്കില്ലെന്ന് ഡോക്ടർ സുധീർ മിശ്ര ചൂണ്ടിക്കാണിക്കുന്നു. ആരെങ്കിലും ബ്രഹ്മോസിൻ്റെ പൂർണ്ണമായ രൂപരേഖ ശത്രുക്കൾക്ക് ചോർത്ത് നൽകിയാൽ പോലും അവർക്കത് പകർത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം തമാശ രൂപേണ പറയുന്നത്. കാരണം ബ്രഹ്മോസിൻ്റെ യഥാർത്ഥ കരുത്ത് അതിൻ്റെ പുറംചട്ടയിലല്ല, മറിച്ച് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അത്യാധുനിക സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക്സ് സംവിധാനങ്ങൾ, ഗൈഡൻസ് സംവിധാനങ്ങൾ, വിവിധ ഘടകങ്ങളെ തമ്മിൽ കോർത്തിണക്കുന്ന സിസ്റ്റം ഇൻറ്റഗ്രേഷൻ എന്നിവയിലാണ് അടങ്ങിയിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞർ ആർജിച്ചെടുത്ത പ്രൊപ്പൽഷൻ അഥവാ ഇന്ധന ജ്വലന സാങ്കേതിക വിദ്യ, ഏവിയോണിക്സ്, ഫ്ലൈറ്റ് കൺട്രോൾ സോഫ്റ്റ്വെയർ, അതിസൂക്ഷ്മ സെൻസറുകൾ, പ്രത്യേകതരം അസംസ്കൃത വസ്തുക്കൾ, അത്യാധുനിക നിർമ്മാണ പ്രക്രിയകൾ എന്നിവയുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ബ്രഹ്മോസ്. ഇതിലെ ഓരോ ഘടകങ്ങളെയും വെവ്വേറെ പരിശോധിക്കാൻ സാധിച്ചേക്കാമെങ്കിലും അവയെല്ലാം ഒന്നിച്ചു ചേർത്ത് ഒരൊറ്റ ആയുധ സംവിധാനമായി കൃത്യതയോടെ പ്രവർത്തിപ്പിക്കുക എന്നത് മറ്റൊരു വലിയ വെല്ലുവിളിയാണ്. ചൈനയെപ്പോലെയുള്ള ഒരു രാജ്യം ബ്രഹ്മോസ് മിസൈലോ അതിൻ്റെ സാങ്കേതിക ഡ്രോയിങ്ങുകളോ കൈക്കലാക്കിയാൽ പോലും അത് പൂർണ്ണമായി റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി വിജയകരമായി പുനർനിർമ്മിക്കാൻ 30 മുതൽ 40 വർഷം വരെ സമയമെടുത്തേക്കാം. അത്രമാത്രം സങ്കീർണമാണ് ഇതിൻ്റെ ആന്തരിക ഘടന. അത്രയും നീണ്ട കാലയളവ് കൊണ്ട് ചൈന ഇതിൻ്റെ ഒരു പകർപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും ഇന്ത്യ ബ്രഹ്മോസിൻ്റെ അടുത്ത തലമുറയിലുള്ള അതിനേക്കാൾ മികച്ച സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ നിർമ്മിക്കുന്ന പകർപ്പ് അപ്പോഴേക്കും തന്ത്രപരമായി കാലഹരണപ്പെട്ട ഒന്നായി മാറുകയും ചെയ്യും. ആധുനിക പ്രതിരോധ കയറ്റുമതികളുടെ ഏറ്റവും വലിയ സുരക്ഷയും ഇതുതന്നെയാണ്. ഇന്നത്തെ കാലത്തെ മിസൈൽ പ്രോഗ്രാമുകൾ വെറും ഹാർഡ്വെയറുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അവയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ചോർത്താൻ കഴിയാത്ത തരം സോഫ്റ്റ്വെയറുകൾ, എൻക്രിപ്റ്റഡ് ചെയ്ത മിഷൻ കമ്പ്യൂട്ടറുകൾ, വളരെ പ്രത്യേകതയുള്ള ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവയാണ്. കേവലം ഭൗതികമായ പരിശോധനയുടെ മാത്രം ഇവയുടെ നിർമ്മാണ രഹസ്യങ്ങൾ മനസ്സിലാക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ കീഴിൽ ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ ഉൽപ്പാദനവും കയറ്റുമതിയും ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ഈ സുരക്ഷാ ഉറപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. തെക്ക് കിഴക്കൻ ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ നിരവധി രാജ്യങ്ങൾ ഇപ്പോൾ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ കരയിൽ നിന്നും കടലിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും യുദ്ധവിമാനങ്ങളിൽ നിന്നും ഒരേപോലെ തൊടുത്തുവിടാൻ കഴിയുന്ന ലോകത്തിലെ ചുരുക്കം ചില മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ്. ഇതിൻ്റെ പരിധിയും കൃത്യതയും തദ്ദേശീയ ഘടകങ്ങളുടെ പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനായി നിരന്തരമായ നവീകരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനു പുറമെ കൂടുതൽ ഭാരം കുറഞ്ഞതും ചെറുതുമായ ബ്രഹ്മോസ് NG എന്ന പുതിയ പതിപ്പും ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതൽ സൈനിക പ്ലാറ്റ്ഫോമുകളിൽ എളുപ്പത്തിൽ ഉപയോഗിക്കുവാൻ സാധിക്കും. ചരിത്രപരമായി സൈനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് പ്രതിരോധ വിശകലന വിദഗ്ധർ സമ്മതിച്ചു തരുന്നുണ്ട്. മുൻകാലങ്ങളിൽ പല വികസിത രാജ്യങ്ങളുടെയും ആയുധങ്ങൾ മറ്റ് രാജ്യങ്ങൾ ഇപ്രകാരം പകർത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഒരു അത്യാധുനിക മിസൈൽ പകർപ്പടിച്ച് ഉണ്ടാക്കാൻ അതിൻ്റെ ബാഹ്യരൂപകൽപ്പന മാത്രം പോരാ എന്നതാണ് യാഥാർത്ഥ്യം. അതിലടങ്ങിയിരിക്കുന്ന എംബഡഡ് സോഫ്റ്റ്വെയർ, അതിൻ്റെ സോഴ്സ് കോഡ്, നിർമ്മാണത്തിലെ അതിസൂക്ഷ്മമായ അളവുകൾ, സിസ്റ്റം ഇൻറ്റഗ്രേഷൻ വൈദഗ്ധ്യം എന്നിവയാണ് പകർത്താൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഘടകങ്ങൾ. ബ്രഹ്മോസ് മിസൈൽ സാങ്കേതികവിദ്യയുടെ ഈ സങ്കീർണത തന്നെയാണ് ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നത്. സാങ്കേതികവിദ്യ വിദേശ രാജ്യങ്ങളിലേക്ക് കൈമാറുമ്പോഴും അതിൻ്റെ നിർണായകമായ രഹസ്യങ്ങൾ സുരക്ഷിതമായിരിക്കും എന്ന ബോധ്യം ഇന്ത്യക്ക് രാജ്യാന്തര തലത്തിൽ കൂടുതൽ വലിയ പ്രതിരോധ കരാറുകളിലേക്ക് നീങ്ങാൻ കരുത്ത് പകരുന്നു.
ബ്രഹ്മോസ് മിസൈലിൻ്റെ നിർണായക സാങ്കേതികവിദ്യയോ രഹസ്യങ്ങളോ ചൈനയ്ക്ക് ലഭിച്ചാൽ പോലും ഭാരതത്തിന് അതിനെ പ്രതിരോധിക്കാനും തന്ത്രപരമായ മേൽക്കൈ നിലനിർത്താനും കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങളും ബദൽ മാർഗങ്ങളുമുണ്ട്. ചൈന ബ്രഹ്മോസിൻ്റെ സാങ്കേതിക വിദ്യ കൈക്കലാക്കി അതിൽ നിന്ന് ഒരു മിസൈൽ വികസിപ്പിച്ചെടുക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറഞ്ഞത് 30 മുതൽ 40 വർഷം വരെ സമയമെടുക്കും. ഈ നീണ്ട കാലയളവിനുള്ളിൽ ഭാരതം ബ്രഹ്മോസിൻ്റെ അടുത്ത തലമുറ പതിപ്പുകൾ ആയ ബ്രഹ്മോസ് NG, ബ്രഹ്മോസ് 2 എന്നീ ഹൈപ്പർസോണിക് മിസൈലുകളിലേക്ക് പൂർണ്ണമായും മാറിയിട്ടുണ്ടാകും. ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയിലധികം വേഗതയുള്ള ഹൈപ്പർസോണിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ നിലവിലെ ബ്രഹ്മോസ് സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ചൈന പകർപ്പവകാശം വഴി ഉണ്ടാക്കുന്ന മിസൈലുകൾ അപ്പോഴേക്കും തന്ത്രപരമായി കാലഹരണപ്പെട്ടിട്ടുണ്ടാകും. സാങ്കേതികവിദ്യ ചോർന്നാൽ ഭാരതം ആദ്യം പ്രയോഗിക്കുന്ന തന്ത്രം അത്യാധുനിക സോഫ്റ്റ്വെയർ കോഡുകളുടെയും മിസൈൽ ഗൈഡൻസ് സംവിധാനങ്ങളുടെയും അടിയന്തര പരിഷ്കരണമായിരിക്കും. ബ്രഹ്മോസ് സാങ്കേതികവിദ്യ ചോർന്നാൽ ഭാരതം ആദ്യം പ്രയോഗിക്കുന്ന തന്ത്രം അത്യാധുനിക സോഫ്റ്റ്വെയർ കോഡുകളുടെയും മിസൈൽ ഗൈഡൻസ് സംവിധാനങ്ങളുടെയും അടിയന്തര പരിഷ്കരണമാണ്. ബ്രഹ്മോസ് മിസൈലിൻ്റെ പുറംചട്ടയോ എഞ്ചിൻ ഘടനയോ ഒരു രാജ്യം പകർത്തിയെടുത്താൽ പോലും അതിനെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് അതിലെ എംബഡഡ് സോഫ്റ്റ്വെയറുകളും റേഡിയോ ഫ്രീക്വൻസികളുമാണ്. ശത്രുക്കളുടെ റഡാറുകളെ വെട്ടിച്ച് മുന്നേറാൻ ബ്രഹ്മോസ് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് കോഡുകളിൽ ഭാരതത്തിന് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. പുതിയ തരം എൻക്രിപ്ഷൻ കോഡുകളും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളും മിസൈലിൽ ഉൾപ്പെടുത്തുന്നതോടെ ചൈനയുടെ കൈവശം എത്തിയേക്കാവുന്ന പഴയ സാങ്കേതിക വിവരങ്ങൾ പൂർണ്ണമായും നിഷ്പ്രഭമാകും. അതായത് രൂപത്തിൽ ബ്രഹ്മോസിന് സമാനമായൊരു മിസൈൽ ചൈന നിർമ്മിച്ചാൽ പോലും അതിൻ്റെ ഡിജിറ്റൽ സിഗ്നലുകളുടെയും സഞ്ചാരപഥത്തെയും തകിടം മറിക്കാനുള്ള ഡിജിറ്റൽ കവചം ഭാരതത്തിൻ്റെ പ്രതിരോധ ശാസ്ത്രജ്ഞർക്ക് നിലനിർത്താൻ സാധിക്കും. രണ്ടാമതായി, ചൈന ഈ സാങ്കേതികവിദ്യ പൂർണ്ണമായി മനസ്സിലാക്കി ഒരു പകർപ്പ് മിസൈൽ വികസിപ്പിച്ചെടുക്കാൻ എടുക്കുന്ന ദീർഘമായ സമയത്തെയാണ് ഭാരതം തന്ത്രപരമായി ഉപയോഗിക്കുക. പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് ബ്രഹ്മോസിൻ്റെ സങ്കീർണമായ സിസ്റ്റം ഇൻറ്റഗ്രേഷൻ അഥവാ വിവിധ ഘടകങ്ങളെ ഒന്നിച്ചു ചേർത്ത് പ്രവർത്തിപ്പിക്കുന്ന വിദ്യ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ നേടിയെടുക്കാൻ കുറഞ്ഞത് 30 മുതൽ 40 വർഷം വരെ സമയമെടുക്കും. ഈ നീണ്ട കാലയളവിനുള്ളിൽ ഭാരതം ബ്രഹ്മോസിൻ്റെ നിലവിലെ പതിപ്പുകളിൽ നിന്നും ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ടാകും. നിലവിൽ ഭാരതം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മോസ് NG, ബ്രഹ്മോസ് 2 തുടങ്ങിയ ഹൈപ്പർസോണിക് മിസൈലുകൾ ശബ്ദത്തേക്കാൾ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ്. ചൈന പഴയ ബ്രഹ്മോസിൻ്റെ പകർപ്പുണ്ടാക്കി പൂർത്തിയാകുമ്പോഴേക്കും ഭാരതം ഹൈപ്പർസോണിക് യുഗത്തിലേക്ക് പൂർണ്ണമായി മാറിയിരിക്കും എന്നതിനാൽ ചൈനയുടെ പകർപ്പ് മിസൈലുകൾ യുദ്ധരംഗത്ത് തന്ത്രപരമായി കാലഹരണപ്പെടും. ഇതിനു പുറമെ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അത്തരം ഒരു മിസൈൽ ഭീഷണി നേരിടാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഭാരതം കൂടുതൽ ശക്തമാക്കും. റഷ്യയിൽ നിന്ന് ഭാരതം സ്വന്തമാക്കിയ S-400 ട്രയംഫ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് സൂപ്പർസോണിക് മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കൃത്യമായി കണ്ടെത്തി തകർക്കാൻ ശേഷിയുണ്ട്. ഇതിനൊപ്പം ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ പദ്ധതി അഥവാ കുഷ പ്രോജക്റ്റ് കൂടി പൂർണ്ണ സജ്ജമാകുന്നതോടെ ഭാരതത്തിൻ്റെ ആകാശം പൂർണ്ണമായും സുരക്ഷിതമാകും. ചൈന ബ്രഹ്മോസ് സാങ്കേതികവിദ്യ സ്വന്തമാക്കിയെന്ന് ബോധ്യപ്പെട്ടാൽ ആ മിസൈലുകളുടെ വേഗതയും സഞ്ചാരരീതിയും മുൻകൂട്ടി മനസ്സിലാക്കി അവയെ തകർക്കാൻ തക്കവണ്ണമുള്ള പ്രത്യേക റഡാർ തരംഗങ്ങളും പ്രതിരോധ മിസൈലുകളും അതിർത്തികളിൽ വിന്യസിക്കാൻ ഭാരതത്തിന് എളുപ്പത്തിൽ സാധിക്കും. അവസാനമായി, ബ്രഹ്മോസ് മിസൈലിൽ ഭാരതം വരുത്തിക്കൊണ്ടിരിക്കുന്ന തദ്ദേശീയ മാറ്റങ്ങളാണ് ശത്രുക്കളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നത്. ബ്രഹ്മോസ് പദ്ധതിയുടെ തുടക്കത്തിൽ റഷ്യൻ സാങ്കേതികവിദ്യയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് മിസൈലിൻ്റെ ഭൂരിഭാഗം ഘടകങ്ങളും മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നിർമ്മിക്കുന്നതാണ്. മിസൈലിൻ്റെ ലക്ഷ്യം കണ്ടെത്താനുള്ള സീക്കറുകളും ബൂസ്റ്ററുകളും ഭാരതം സ്വന്തമായാണ് വികസിപ്പിച്ചിരിക്കുന്നത്. തദ്ദേശീയ ഘടകങ്ങൾ ഓരോ ബാച്ചിലും പുതുക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിന് നൽകിയ മിസൈലിൽ നിന്നോ രേഖകളിൽ നിന്നോ ബ്രഹ്മോസിൻ്റെ പൂർണ്ണമായ ആധുനിക രഹസ്യം ചോർത്തെടുക്കുക എന്നത് അസാധ്യമാണ്. ചുരുക്കത്തിൽ, യുദ്ധതന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നായതിനാൽ ഒരു ഘട്ടത്തിൽ രഹസ്യങ്ങൾ ചോർന്നാൽ പോലും അതിവേഗത്തിലുള്ള സാങ്കേതിക മുന്നേറ്റത്തിലൂടെയും കമ്പ്യൂട്ടർ കോഡുകളുടെ പരിഷ്കരണത്തിലൂടെയും ചൈനയുടെ ഏത് വെല്ലുവിളിയും തടയാൻ ഭാരതത്തിന് പൂർണ്ണമായ ശേഷിയുണ്ട്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.